ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുട്ടൻ കട്ട് ചെയ്ത് എടുക്കുന്നതും അതുപോലെ തന്നെ അത് നല്ല മുളകിട്ട ഒരു കറിയാണ് ചെയ്യുന്നത്. ഈ മീനെ കുട്ടൻ എന്ന് പറയും, പിന്നെ കോര, അതുപോലെ പല്ലിമീൻ, അങ്ങനെയൊക്കെ പല പേരുകളിലും ആണ് ഓരോ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. നമുക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇതിൻ്റെ മുള്ളുകളൊക്കെ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെതമ്പലൊന്ന് ചെത്തിക്കളയാം. ചെതമ്പല് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഉരച്ചൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ചെതമ്പല് കളഞ്ഞെടുക്കാം. എല്ലാത്തിൻ്റെ ചെതമ്പല് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കളയാം. പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ മീൻ നല്ലതുപോലെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല കളർ വന്നിട്ടുണ്ട്. അധികം ഒരു ബുദ്ധിമുട്ടില്ലാതെ നക്കിയെടുക്കാൻ പറ്റിയൊരു മീനാണിത്. ഇത് നമുക്കിനി ഇതിൻ്റെ ചേകളയും അതുപോലെ ഉള്ളിലെ വേസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ചേകളുടെ അവിടെ നിന്ന് കട്ട് ചെയ്യുക, അച്ചുണ്ടിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്യുക, പിന്നെ താട കട്ട് ചെയ്യാനുള്ളിൽ നിന്ന് ഈ വേസ്റ്റ് വലിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയാനായിട്ട് നമുക്ക് പറ്റും. എല്ലാം നമുക്ക് ഇതുപോലെ ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടൻ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കറി വയ്ക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ആവുള്ളൂ. നമ്മൾ മുളകിൽ വറ്റിച്ചെടുക്കുകയാണിത്. കുടംപുളി ഇട്ട് നല്ല മുളകിട്ട കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഉള്ളി, ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വേണ്ടി വന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൽ നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഞാൻ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താണ് ഇതിന് കളർ ആക്കിയെടുക്കുന്നത്. നല്ലതുപോലെ മൊരിയിച്ചെടുക്കുക, എന്നാലേ നല്ലൊരു കളർ കിട്ടുള്ളൂ. ഇത് നല്ല സ്പൈസി ലുക്കാണെങ്കിലും അധികം എരിവൊന്നുമില്ല കറിക്ക്. കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ മുളക് കറി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുടംപുളിയിട്ട് മുളകിട്ട് വറ്റിക്കുമ്പോൾ അധികം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചാറുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഊണ് കഴിക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഈ കറിയിൽ കുറച്ച് പുളിയും ഉപ്പൊക്കെ ഒത്തിരി കൂടുതലിടണതാണ് നല്ലത്. അതുപോലത്തല്ല കുറച്ചധികം നേരിട്ട് കുക്ക് ചെയ്യുകയും വേണം. പെട്ടെന്നൊന്നും മുളക് പിടിച്ച ഒരു ടേസ്റ്റ് ഇതിൻ്റെ മാംസത്തിന് കിട്ടില്ല. വെറുതെ ചോറ് പോലെ ഇരിക്കുന്ന ഒരു മാംസമാണ് ഇതിൻ്റെ. 10-20 മിനിറ്റ് നമ്മൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴേ ശരിക്കും പുളിയൊക്കെ ഈ മാംസത്തിൽ കയറുള്ളൂ.
അപ്പോൾ ആയിട്ടിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടൻ മുളക് ഇട്ടത് ആവശ്യത്തിന് എരിവും നല്ലതുപോലെ പുളിയും ഉപ്പൊക്കെ ചേർന്ന് നല്ലൊരു അടിപൊളി കറിയാണ്. ഈ കറി ഉടനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുന്നതാണ്. എന്നാലേ ആ മാംസത്തിലേക്കൊക്കെ ഈ മീനിൻ്റെ മാംസത്തിലേക്കൊക്കെ ശരിക്കും മുളകൊക്കെ കയറുള്ളൂ. ഞാൻ കുറച്ച് മുളക് പുരട്ടി മീൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലധികം മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. കാരണം ഇത്തിരി മുളക് കുറച്ചധികം വേണം. വിനാഗിരി ചേർക്കണത് ഇതിൻ്റെ മാംസത്തിലേക്ക് ശരിക്കും പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ഒരു ചോറുണ്ണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടൻ മുളകിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്